പല വ്യക്തികളും പറയുകയും കേട്ടിട്ടുണ്ട്, കാരണന്മാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, കയറൂരിയും കൂടി വിട്ടേക്ക് വന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറ്റിയാട്ടോ ഇങ്ങനെ കേൾക്കാറ്. സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ കയറൂരി വിടുന്നതൊന്നും അല്ല അവര് മൂക്കയറും ഒട്ടിച്ച് കുറ്റി മറിച്ച് പോണതാണ്. മാതാപിതാക്കൾ അതിനകത്ത് നിരപരാധികളാണ്. അവര് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം മക്കളുടെ കുറ്റം മറ്റുള്ളവരോട് പറയാനും പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്റെ മക്കളെന്ന്. എവിടെയാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്? നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഇൻപുട്ട് കൊടുക്കാതെ വരുമ്പോൾ പിന്നീട് നമ്മുടെ മക്കളെ കിട്ടാത്ത പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ എങ്ങനെയാണ് ആ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതും ആ കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കേണ്ടതും എന്നുള്ളത് ഞാൻ എന്നും പറയുന്ന പോലെ, അടയ്ക്ക നമുക്ക് മടിയിൽ വെക്കാൻ പറ്റും, അടയ്ക്കാമയുടെ മടിയിൽ വെക്കാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പിടിക്കേണ്ടടുത്ത് പിടിക്കുക. പ്രായമായി കഴിഞ്ഞ് നമുക്ക് പിടിച്ചോടത്ത് കിട്ടില്ല. നമ്മളുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വിലക്കുകളുടെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, കാര്യങ്ങളൊക്കെ. ഇത് പിടിക്കേണ്ട സമയത്ത് പിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്കും കൂടി കിട്ടുമായിരുന്നു. എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് എന്റെ കുഞ്ഞിനെ ഞാൻ പിടിക്കേണ്ടത്, വിലക്കുകൾ കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മുടെ കൈവിട്ട് പോയ ശേഷമല്ല. അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.